അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് ചക്കക്കൂട്ടാനും മീൻ വറുത്തത് കൂട്ടിയിട്ടൊന്ന് ചോറുണ്ടാലോ. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കി കഴുകിയിട്ട് കുക്കറിൽ അടുപ്പത്തിട്ടിട്ടുണ്ട്, വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചക്ക നല്ല ചക്കയായിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് വേവൊക്കെ ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ട് അരവ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയും പിന്നെ ഒരു 3-4 പച്ചമുളകും ജീരകവും നന്നായിട്ട് അരച്ചെടുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ കുക്കർ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിസിൽ ഞാൻ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചക്കയിലേക്ക് നിൽക്കുകയാണെങ്കിൽ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടി. അതിലേക്ക് അരവൊക്കെ ചേർത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി വറുത്തിട്ടാൽ മതി. ഞാൻ ഓർമ്മയില്ലാണ്ട് കുറച്ച് കടുകും കൂടി ഇട്ടു. അപ്പം ആ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് വറുത്തിട്ടു. അതങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മുടെ മീനാണ്, ഇത് മാന്തൽ മീനാണ്. അതിൽ മസാലയൊക്കെ തിരുമ്പി കുറച്ച് നേരം മുമ്പ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരുമ്പിയ മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വറുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം മീനൊരു പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മീനൊക്കെ വറുത്തു. എന്നിട്ട് പിന്നെ ചോറും ചക്കക്കൂട്ടാനും മീൻ വറുത്തതും കടുക് അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു കൊണ്ടാട്ടം വറുത്തതുണ്ടായിരുന്നു. കക്കരിക്കയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്